സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ നേപ്പാളിനെ വിറപ്പിച്ച ജൻസി പ്രക്ഷോഭത്തിന് പിന്നിൽ ആരാണെന്ന ചർച്ചകൾ സജീവമാണ്. ആരാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സുഡാൻ ഗുരുങ് എന്ന 36-കാരൻ? വിദ്യാർത്ഥികളെയും യുവാക്കളെയും അതിവേഗം സംഘടിപ്പിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തെ ജൻസി പോരാട്ടത്തെ മാറ്റിയെടുക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് സുഡാൻ ഗുരുങ്ങിന് വേണ്ടി വന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിനാണ് നേപ്പാൾ സാക്ഷ്യം വഹിച്ചത്. അതിനൊടുവിൽ ഭരണകൂടം പിഴുതെറിയപ്പെടുമ്പോൾ അതിന് നേതൃത്വം നൽകിയതാകട്ടെ 36-കാരനായ ഒരു യുവാവും. ഹമി നേപ്പാൾ എന്ന NGOയുടെ പ്രസിഡന്റായ സുഡാൻ ഗുരുങ്ങാണ് സർക്കാരിനെതിരായ പ്രതിഷേധത്തെ മണിക്കൂറുകൾ കൊണ്ട് പൗരമുന്നേറ്റമാക്കി വളർത്തിയത്. സർക്കാർ നടപടിക്കെതിരെ റാലികൾ സംഘടിപ്പിക്കാൻ സുഡാൻ ഗുരുങ് ആഹ്വാനം ചെയ്തു. സ്കൂൾ യൂണിഫോം ധരിച്ച് വിദ്യാർത്ഥികളെ അണിനിരത്തി. കാഠ്മണ്ഡുവിലെ തെരുവ് ആയിരക്കണക്കിന് വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് കൈയടക്കി. സമാധാനപരമായി തെരുവുകൾ കീഴടക്കുക എന്ന ഗുരുങ്ങിന്റെ സന്ദേശം കാട്ടുതീ പോലെ പടർന്നു. പ്രതിഷേധത്തിന്റെ ആയുധമായി പുസ്തകങ്ങൾ കയ്യിലേന്താൻ ആഹ്വാനം ചെയ്തു. രാത്രിയും പകലുമെന്നുമില്ലാതെ ജൻസികൾ തെരുവുകൾ കീഴടക്കി. നിരോധനം നിലവിൽ വരുന്നതിന് മുന്നേ പ്രതിഷേധത്തിനുള്ള റൂട്ടുകളും സുരക്ഷാ മുൻകരുതലുകളും അതിവേഗം കൈമാറ്റം ചെയ്യപ്പെട്ടു. പ്രക്ഷോഭം ആളിക്കത്തിയ സമയങ്ങളിൽ നിരോധനമില്ലാത്ത ആപ്പുകളിലൂടെ സന്ദേശങ്ങൾ കൈമാറി. ഒടുവിൽ ഭരണകൂടം വേരോടെ പിഴുതെറിയപ്പെട്ടു. 2015-ലുണ്ടായ ഭൂകമ്പത്തിൽ കുഞ്ഞിനെ നഷ്ടമായതോടെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും യുവജനങ്ങളുടെ കാര്യങ്ങളിലേക്കും ഗുരുങ് തിരിയുന്നത്. ജൻസി പ്രക്ഷോഭത്തിന്റെ വിജയത്തോടെ നേപ്പാൾ യുവതയുടെ മുഖമായി മാറിയിരിക്കുകയാണ് സുഡാൻ ഗുരുങ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.